ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ 1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത്, ബറോസിനെ പോലെ. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറയുന്നത് നേറ്റീവ് 3D ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ്. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് ഈ സിനിമ കാണേണ്ടത്. അപ്പോൾ അതായത് നമ്മൾ മറ്റേ കാണുന്ന സിനിമയുടെ പേസിലല്ല ഈ സിനിമ. അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉള്ള പാനുകൾ, ടിൽറ്റപ്പ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം, നോസിയ ഉണ്ടാകാം, ഡിസോറിയൻറ്റഡ് ആകാം. അതുകൊണ്ട് കാണികൾ, വ്യൂവേഴ്സിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ, പിന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണോ? കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ലിഡിയൻ നാദശ്വരാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ, അയാൾക്കന്ന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 6 വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ കൊണ്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു നിയോഗം പോലെ ബന്ധപ്പെട്ടതാണ്. നവോദയയിൽ നിന്ന് തന്നെയാണ് തുടക്കം. എൻ്റെ സിനിമ തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനും തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യേണ്ട, വേറൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സിനിമ ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇത് വളരെ റെയറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 40 വർഷമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം. എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിന് നമുക്ക് വളരെയധികം ആൾക്കാർ കൂടെ ഉണ്ടായി. ആ സിനിമയിൽ, ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് മിസ്റ്റർ TK രാജീവ് കുമാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ അതിലെ പാട്ട്, അതിലെ സൗണ്ട്, പിന്നെ നമ്മൾ ആ മ്യൂസിക്കിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഷോട്ടുകൾ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തൊരു സിനിമ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം അതാത് ഭാഷയിൽ സെൻസർ ചെയ്യണം. ഇത് ഈ സിനിമയുടെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ്, പോർച്ചുഗീസ്, അല്ലെങ്കിൽ റഷ്യൻ, അങ്ങനെയൊക്കെ. ഇതിലധികം ഇന്ത്യൻ ആക്ടേഴ്സ് വളരെ കുറവാണ്, എല്ലാം പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ്. എന്തിനിങ്ങനെ ഒരു സിനിമ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാവുന്ന, വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യമായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു 47 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ആ റെസ്പെക്റ്റും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഏറ്റവും ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫിലിം ഉണ്ടാക്കാം, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫിലിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ഇതിന് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു പ്ലാനൊന്നുമല്ല. എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു അനുവാദത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും ഈ സിനിമ നന്നായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.